എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ട് തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും വൈകിട്ട് നല്ല ചൂട് കട്ടൻ ചായയുടെ ഒപ്പം കഴിക്കാനും നല്ലതാണ്. ഇനിയിപ്പോ സ്കൂൾ തുറക്കാറായി, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാനും വളരെ തന്നെ നല്ലതാണ്. അപ്പൊ നോക്കാം എങ്ങനെയാണ് വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു പലഹാരം തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കാണാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വീഡിയോയിൽ ലൈക്കിൽ തരാൻ മറക്കല്ലേ. ഇനി നമുക്ക് പലഹാരം തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ 5 മുട്ടയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. 3 മുട്ട നമുക്ക് പുഴുങ്ങിയെടുക്കാം, 2 മുട്ട നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് പലഹാരം തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ള 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഞാൻ എടുത്തിട്ടുള്ള മുട്ട വളരെ ചെറുതായതുകൊണ്ടാണ് ഞാൻ 3 എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിപ്പോൾ 2 വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ മുട്ടയിലേക്ക് 1 കപ്പ് അളവിൽ മൈദപ്പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു നുള്ളു ഉപ്പും ചേർക്കാം. ഇതെല്ലാം കൂട്ടി ചേർത്ത് നല്ലോണം ഒന്ന് കറക്കി എടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ മുട്ട ബാറ്റർ ഞാനിതുപോലെ ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി ചെയ്യണമെങ്കിൽ 2 മുട്ടയും 1/2 കപ്പും കൂടെ മൈദപ്പൊടി ചേർക്കാവുന്നതാണ്. നമ്മുടെ വീട്ടിലെ മെമ്പേഴ്സിന്റെ എണ്ണം അനുസരിച്ച് ഇതിലേക്ക് മൈദപ്പൊടിയുടെ അളവും കൂട്ടാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് ചേരുവകളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം. പാൻ ഒന്ന് ചൂടായി വരട്ടെ. പാൻ ചൂടായി വരുമ്പോഴേക്കും 2 ചെറിയ സവാള ഒന്ന് പൊടിയായി കട്ട് ചെയ്തത്, ഒരു 10 വെളുത്തുള്ളി അല്ലി, ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3-4 പച്ചമുളക്, ഒരു ചെറിയ തക്കാളി ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് വേപ്പിലയും കൂടെ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടെല്ലാം മുറുക്കി വെച്ചിരിക്കുവാണ്. ഇനി കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരുപാടൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട, കുറഞ്ഞളവിൽ മതിയാകും. ഇനി നമുക്ക് ഈ ചേരുവകളെല്ലാം പാനിലേക്ക് ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ബാറ്റർ മിക്സ് ചെയ്തപ്പോൾ അതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് കുറഞ്ഞ അളവിൽ ഉപ്പ് ചേർത്താൽ മതിയാകും. ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് വഴണ്ട് കിട്ടണം. അതിനായിട്ടൊന്ന് ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുത്ത് വാട്ടിയെടുക്കാം. ഇനി ഇതെല്ലാം നല്ലപോലെ തന്നെ വഴണ്ട് കിട്ടണം. അതിനായിട്ട് ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുത്ത് തന്നെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. വീണ്ടും നല്ലോണം വഴറ്റാം. ഇപ്പോൾ നമ്മുടെ വഴറ്റുന്ന ചേരുവകളൊക്കെ ഒന്ന് വഴണ്ട് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ കൂടെ ചേർക്കാം. ആദ്യമേ ചേർക്കുന്നത് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയാണ്, 1/4 ടീസ്പൂൺ അളവില് ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ അളവില് കുരുമുളക് പൊടി, കൂടെ തന്നെ 1/4 ടീസ്പൂൺ അളവില് മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ അളവില് കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർക്കാം. ഈ പൊടികൾ ചേർത്ത് നല്ലോണം തന്നെ ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ പലഹാരത്തിന്റെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം പലഹാരം വേവിച്ചെടുക്കാനുള്ള ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. പലഹാരം വേവിച്ചെടുക്കാനായിട്ട് ഞാൻ ഇതുപോലൊരു നോൺ സ്റ്റിക് പാനാണ് അടുപ്പിലേക്ക് വെച്ചിട്ടുള്ളത്. പാൻ ഒന്ന് ചൂടായി വരട്ടെ. പാൻ ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാനിലേക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. പാത്രത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് പുരട്ടി കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള മാവിൽ നിന്നും കുറേശ്ശെ ഒന്ന് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. മാവ് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. മേലെ ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് വേവായി വരണം. ഇപ്പോൾ നമ്മുടെ ഈ ഒരു കൂട്ട് വേവിക്കാൻ വെച്ചിട്ട് ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ മൂടി തുറന്ന് നോക്കാം. താഴെ ഭാഗമൊക്കെ നല്ലതുപോലെ വേവായി വന്നിട്ടുണ്ട്. നടുഭാഗം മാത്രമാണ് ഒന്ന് വേവാനുള്ളത്. ഇനി നമുക്ക് ഈ പലഹാരത്തിന്റെ മേലെയായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ട് ചേർക്കാം. പുറത്തേക്ക് സ്പ്രെഡ് ചെയ്ത് പോവാത്ത രീതിയിൽ വേണം കൂട്ട് വെച്ച് കൊടുക്കാനായിട്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും വൈകിട്ട് നല്ല ചൂട് ചായക്കൊപ്പം കഴിക്കാനും നല്ലതാണ്. ഇനിയിപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാനും വളരെ തന്നെ നല്ലതാണ് കേട്ടോ. നമ്മൾ വഴറ്റിയിട്ടുള്ള സവാള എല്ലാം തന്നെയും ഇതിന്റെ മേലെയായിട്ടൊന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന്റെ മേലെയായിട്ട് നമ്മൾ നേരത്തെ കാണിച്ച മുട്ട പുഴുങ്ങി വെച്ചിട്ടുള്ളതാണ്. മുട്ട നമുക്കിതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാം. ചെറിയ മുട്ടയായതുകൊണ്ട് ഞാൻ 6 എടുത്തിട്ടുണ്ട്. മുട്ട വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിന്റെ മേലെയായിട്ട് ബാക്കിയുള്ള മാവ് കൂടെ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ബാറ്റർ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിന്റെ മേലെയായിട്ട് കുറച്ച് വഴറ്റിയ സവാള ഇതുപോലെ ഒന്ന് ഗാർണിഷിനായിട്ട് വെച്ചു കൊടുക്കാം. ഇനി വീണ്ടും ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഒന്ന് മൂടി വെച്ചു കൊടുക്കാം. ഇനി നമുക്ക് ചെറിയ തീയിൽ വെച്ച് തന്നെ ഇതൊന്ന് വേവിച്ചുകൂടെ എടുക്കാം. അങ്ങനെ നമ്മുടെ പലഹാരം വേവിക്കാൻ വെച്ചിട്ട് 3 മിനിറ്റ് തന്നെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെയാണ് ആയി വന്നിട്ടുള്ളത്. നമുക്ക് ഈ പലഹാരം മാറ്റി വെച്ചതിന് ശേഷം മറ്റൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഈ പാൻ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ വേവിച്ചെടുത്തിട്ടുള്ള ഈ ഒരു പലഹാരം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. 2 മിനിറ്റ് മതിയാകും ഇതുപോലെ ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പലഹാരം ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് സമയമായിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് ഈ ഒരു പലഹാരം ഒന്ന് മറിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ പലഹാരത്തിന്റെ ചൂടൊന്നാറി വരുമ്പോൾ ഒന്ന് കട്ട് ചെയ്ത് കൂടി എടുക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോയും കാണുമ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോകൾ തയ്യാറാക്കി നോക്കുക. അതുപോലെ ഇന്ന് കണ്ട ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെയും കണ്ടുമുട്ടാം. ഒരേ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.